ഗുഡ് മോർണിംഗ് പ്രിയപ്പെട്ട കുട്ടികളെ. നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ്. ഇതുവരെ നമ്മൾ രണ്ടെണ്ണമാണ് പ്രധാനമായിട്ടും കൃഷി ചെയ്യുന്ന രീതി പറഞ്ഞത്. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് വളരെ പ്രധാനപ്പെട്ട വേറൊരു പ്ലാന്റ് ആണ്, ദാറ്റ് ഈസ് അലിയം സപ്പ. നമുക്കറിയാം അലിയം സപ്പ എന്ന് പറയുന്ന പ്ലാന്റ് എന്ന് പറയുന്നത് ഉള്ളിയാണ്. ഉള്ളി നമ്മുടെ നാട്ടിൽ എങ്ങനെയാണ് കൾട്ടിവേറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ടോപ്പിക്. സോ ഇതിന്റെ ശാസ്ത്രീയ നാമം എന്ന് പറയുന്നത് അലിയം സിപ്പ എന്നാണ്. അലിയം സിപ്പ. ഓക്കെ. സോ ദ ഒനിയൻ ഈസ് one of the most important commercial vegetable crops grown in India. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട, നമുക്കിപ്പോൾ അറിയാലോ ഉള്ളിയുടെ റീസെന്റ് ആയിട്ടുള്ള കഥ നമുക്കറിയാം. ഏറ്റവും കൂടുതൽ ഈ പറയുന്ന വിലയുമായി ബന്ധപ്പെട്ട് വലിയ ചർച്ചകൾ നടന്ന ഒരു കാലഘട്ടമാണ് ഉള്ളി. അല്ലെ, ഉള്ളി കൊണ്ടുപോകുന്ന കുട്ടിയെ പ്രൊട്ടക്ഷനോട് കൂടി കൊണ്ടുപോയ നമ്മൾ കുറെ വീഡിയോ ഒക്കെ നമ്മൾ കണ്ടതാണ്. എനിവേ, ദിസ് ഈസ് one of the most important crop as far as the new human need is concerned. The demand for onion is worldwide. അല്ലെ, ഓരോ കാലഘട്ടത്തിലും വേൾഡ് വൈഡിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഡിമാൻഡ് ഉള്ള ഒരു പ്രൊഡക്റ്റ് കൂടിയാണിത്. ഇറ്റ് ഈസ് യൂസ്ഡ് ബോത്ത് ഇൻ റോ ആൻഡ് മേച്ചർ ബൾബ് സ്റ്റേജ് ആസ് വെജിറ്റബിൾ ആൻഡ് സ്പൈസസ്. ദ പഞ്ചൻസി ഇൻ ഒനിയൻ ഈസ് ഡ്യൂ ടു ദ വോളറ്റൈൽ ഓയിൽ നോൺ ആസ് എലി പ്രൊപ്പോലി ഡൈസൾഫൈഡ്. ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടന്റ്. പലപ്പോഴും ഒബ്ജക്റ്റീവായിട്ട് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. എപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഉള്ളിയുടെ ഈ സ്മെല്ലാണ് കറിയുടെ ടേസ്റ്റ് കൂട്ടുന്നത്. അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രൊഡക്റ്റ് ആണ്. ദാറ്റ് ഈസ് കോൾഡ് അലി പ്രൊപ്പൈൽ ഡൈസൾഫൈഡ്. ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടന്റ്. അപ്പോൾ ഓർത്ത് വെക്കണം, ദാറ്റ് ഈസ് എ വോളറ്റൈൽ ഓയിൽ. സോ ഇതാണ് ഉള്ളി കൾട്ടിവേറ്റ് ചെയ്യുന്ന പാടം. പ്രധാനമായിട്ട് നമ്മൾ ഈ രീതിയിലാണ് നമ്മൾ ഗ്രൗണ്ട് ഒക്കെ റെഡിയാക്കി വെക്കേണ്ടത്. ഇങ്ങനെ ഇത്രയും മനോഹരമായ രീതിയിലാണ് നമ്മൾ നടേണ്ടത്. ഇങ്ങനെയുള്ള ഒരു മതിലുണ്ടാക്കി നമ്മൾ ഇതിന് പറയാം ഫറോസ് ആൻഡ് റിഡ്ജസ് എന്നാണ്. അവിടെ നമ്മൾ 3 റോയിലാണ് ഇതെല്ലാം ചെയ്യേണ്ടത്. ഉള്ളി നട്ട രീതിയൊക്കെ നിങ്ങൾ കാണാം. ഇത് അത് ഡെവലപ്പ് ചെയ്ത സ്റ്റേജ് ആണ്. ഇതിന്റെ ഇടയ്ക്കൂടെ നമ്മൾ വെള്ളം ഇങ്ങനെ ചാലുകളായിട്ട് കടത്തിവിടും. ഓക്കെ, അങ്ങനെ കുറച്ച് ഒരു 6-7 മാസം കഴിയുന്ന സമയത്ത് ഈ രീതിയിൽ നമുക്ക് ഉള്ളി മുളപ്പിച്ചെടുക്കാൻ പറ്റും. ഇതാണ് സാധാരണ നമ്മൾ കൾട്ടിവേറ്റ് ചെയ്യേണ്ട പ്രാക്ടീസ്. നമ്മുടെ നാട്ടിൽ ഉണ്ടാകുന്ന ഒരു ചെറിയ പ്രശ്നം എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ പ്രോപ്പർ ആയിട്ട് ഇതിന്റെ ക്ലൈമറ്റ് റെഡി ആവില്ല എന്നുള്ളതാണ്. എന്നിരുന്നാൽ പോലും നമ്മുടെ തൊട്ടടുത്ത സ്റ്റേറ്റുകളൊക്കെ ഇത് നന്നായിട്ട് കൾട്ടിവേറ്റ് ചെയ്യുന്നുണ്ട്. ആസ് ഫാർ ആസ് യുവർ സിലബസ് നമ്മൾ വീട്ടിലും വേണമെങ്കിൽ ഇങ്ങനെ ഒരു ക്ലൈമറ്റ് ഉണ്ടാക്കാൻ ആലക്കോട് പോലെയുള്ള തണുത്ത അല്ലെങ്കിൽ വയനാട് പോലെയുള്ള പ്രദേശങ്ങളിൽ നമുക്ക് ഇത്തരത്തിലുള്ള ചെടികൾ കൾട്ടിവേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇതാണ് അതിന്റെ നോർമൽ കൾട്ടിവേഷൻ പ്രാക്ടീസസിന്റെ രീതി. ഓക്കെ, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഉള്ളി കൃഷി ചെയ്യുന്ന ഒരു സ്റ്റേറ്റ് ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പഞ്ചാബ് ഉണ്ട്, ഹരിയാന, യുപിയിലെ പല പ്രദേശങ്ങളിലും ഉള്ളി വ്യാപകമായിട്ട് കൃഷി ചെയ്യുന്നുണ്ട്. തമിഴ്നാട്ടിലുണ്ട്. ഓക്കെ, അതേപോലെ നമ്മൾ വീട്ടിൽ വേണമെങ്കിൽ ചെറിയ ഉള്ളി വളരെ സുഖമായിട്ട് നമുക്ക് ഇപ്പൊ നമ്മളെ ഡിപ്പാർട്ട്മെന്റിൽ പോലും നമ്മൾ ഉള്ളി വളർത്താറുണ്ട്. നമ്മളെ ചെറിയ ഉള്ളി വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് വീട്ടിൽ കൾട്ടിവേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, അപ്പൊ അത്രയാണ് നമ്മൾ ഉള്ളിയുമായി ബന്ധപ്പെട്ട് വളരെ ചെറിയ രീതിയിലുള്ള കാര്യം ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അതിന്റെ നോട്ട്സ് ഞാൻ ഡീറ്റെയിൽ ആയി തരാം. നിങ്ങൾ എങ്ങനെയാണ് നടന്ന പ്രാക്ടീസ് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണ്. ഓക്കെ, നമുക്ക് നോക്കാം. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നമ്മൾ പറഞ്ഞത് ജസ്റ്റ് പിക്ചോറിയൽ മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ഡീറ്റെയിൽ ആയ കാര്യം ഞാൻ നോട്ട്സ് ആണ് കാര്യം നിങ്ങൾക്ക് നോട്ട്സ് ആയിട്ട് തരാം. ഇനി അടുത്തത് വളരെ പ്രധാനമായിട്ടുള്ള വേറൊരു പ്രധാനമായിട്ടുള്ള ഒരു മെഡിസിനൽ പ്ലാന്റ് ആണ് ശതാവരി കിഴങ്ങ്. അല്ലെ, നമുക്കറിയാം വളരെ ഇമ്പോർട്ടൻസ് ഉള്ള ഒരു പ്രധാനപ്പെട്ട ഔഷധ ചെടി കൂടിയാണ് ഈ പറയുന്ന ശതാവരി. അസ്പരാഗസ് എന്നാണ് ഇതിനെ നമ്മൾ പറയുന്നത്. ഓക്കെ, അതേപോലെ തന്നെ വേറൊരു വളരെ പ്രധാനപ്പെട്ട ഒരു റൂട്ട് കൊണ്ട് ഇതുവരെ നമ്മൾ കോൺ എന്ന് പറയുന്ന ഭാഗം കൊണ്ടാണ് കൾട്ടിവേറ്റ് ചെയ്ത്. ഉള്ളിയാണെങ്കിലും ഇഞ്ചി ആണെങ്കിലും ഈ പറയുന്ന മഞ്ഞളാണെങ്കിലും ഒക്കെ ആ രീതിയിലാണ്. പക്ഷെ ഇനി നമ്മൾ റൂട്ട് ഉപയോഗിച്ചുകൊണ്ട് പ്രധാനമായിട്ടും നടുന്ന കുറച്ച് ആളുകളെയാണ് നമ്മൾ പറയുന്നത്. അതിൽ ഫസ്റ്റ് വൺ അസ്പരാഗസ് ആണ്, ശതാവരി എന്ന് പറയും. രണ്ടാമത്തെ ഹെമിഡസ്മസ് നറുനീണ്ടിയാണ്. ആൻഡ് അക്കോറസ് കലാമസ് വയമ്പാണ്. അതിൽ ആദ്യത്തെ ഒന്നാണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത്, ദാറ്റ് ഈസ് ശതാവരി. എന്താണ് അസ്പരാഗസ്? The asparagus is cultivated for its tender shoots, commonly known as spears. It starts yielding sizable crop after about 3 years, and with good cane give an economic yield for about 10 to 15 years. The yield goes on increasing for 6 to 7 years, then remain uniform up to about 12 years, after which it gradually decline. The best quality is obtained from the 4th to 10th year. ഓക്കെ, ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ക്വാളിറ്റി ഒരു ഇത്ര ഇയേഴ്സ് എടുത്തിട്ടാണ് നമുക്ക് കിട്ടുക എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. The spears are treated as
delicacy in preparation of soaps and white crystalline substance asparagines is obtained from the juice of young shoots. It is considered to be a good diuretic and is used especially in chronic dropsy and chronic gout. വളരെ പ്രധാനപ്പെട്ട ചില ഡിസീസുകൾക്കാണ് ഇത്തരത്തിലുള്ള ഈ പറയുന്ന നമ്മുടെ ഈ ഒരു ശതാവരി കിഴങ്ങ് ഉപയോഗിക്കുക എന്നുള്ളതാണ്. നോർമലി നമ്മൾ ഗ്രൗണ്ട് ഈ രീതിയിലാണ് സെറ്റ് ചെയ്ത് വെക്കേണ്ടത്. ഒരു മെഷീൻ വെച്ചുകൊണ്ട് കറക്റ്റ് ആയിട്ട് ലൈൻ ഇട്ടതാണ്. ഓക്കെ, അതിനുശേഷം ഇങ്ങനെ നമുക്ക് വേണമെങ്കിൽ വീട്ടിൽ കൾട്ടിവേറ്റ് ചെയ്ത് വെക്കാൻ ഭയങ്കര വാല്യൂ ഉള്ള 1 കിലോ ശതാവരി കിഴങ്ങിന്റെ പൊടിക്ക് ഭയങ്കര മാർക്കറ്റ് റേറ്റ് ഉണ്ട്. ഓക്കെ, ഇതേപോലെ നമ്മൾ ഗ്രൗണ്ടിൽ ഇങ്ങനെ കൃഷി ചെയ്ത് വെക്കാൻ പറ്റും നമുക്ക്. ജസ്റ്റ് നമ്മളിപ്പോ ഒരു ലൈൻ ഇപ്പൊ നമ്മളെ കോളേജിൽ തന്നെ ചില ചെടികൾ വെച്ച് അതിന്റെ ഒരു ഭംഗി എന്ന് പറഞ്ഞാൽ കറക്റ്റ് ഓർഡറിൽ വെച്ചുകൊണ്ടാണ്. അങ്ങനെയുള്ള ഒരു സിസ്റ്റം നമുക്ക് ഇവിടെയും നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, ഇങ്ങനെ അത് വലുതാവുന്ന സമയത്ത് ഇങ്ങനെയുള്ള കള്ളികളൊക്കെ നമ്മൾ വെച്ച് കെട്ടി കൊടുക്കണം എന്നുള്ളതാണ് ഈ കൃഷിയുടെ പ്രധാനപ്പെട്ട പ്രത്യേകത. അങ്ങനെ ഇത് ഏകദേശം ഒരു ഇത്രയും നമ്മൾ പറഞ്ഞ ഒരുപാട് വർഷം എടുത്താലേ ഇത് അത്രയും എന്താ പറയുക റിച്ച് ആയി മാറും. അങ്ങനെ ആ രീതിയിൽ വളർന്ന് വലുതായതിനു ശേഷം നമുക്കിത് ഇങ്ങനെ കൾട്ടിവേറ്റ് ചെയ്ത് മാറ്റിയെടുക്കാം. ഓക്കെ, ഞാൻ 2 എണ്ണേ പറഞ്ഞിട്ടുള്ളൂ. ഒന്ന് ഉള്ളിയും അതേപോലെ തന്നെ ശതാവരി കിഴങ്ങും. അതിന്റെ നോട്ട്സ് ഞാൻ നിങ്ങൾ ഗ്രൂപ്പിൽ ഇട്ട് തരാം. അപ്പോൾ കൂടുതലായിട്ട് നമ്മൾ അത് പറയേണ്ട ആവശ്യമില്ല, കാരണം വെച്ചാൽ നമ്മൾ മണ്ണിൽ ഇട്ട് ചെയ്യേണ്ടതാണ്. പക്ഷെ ആകെ അതിന്റെ ആ സിസ്റ്റം നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ട് നോക്കണം എന്നുള്ളതാണ്. ഈ ശതാവരി ഉണങ്ങിക്കഴിഞ്ഞാൽ ഉണ്ടാവുന്ന ഒരു രൂപമാണ് ഇത്. അതിന്റെ തൊട്ട് മുമ്പുള്ള സ്റ്റേജ് ആണ്. നമ്മൾ ഇങ്ങനെയൊക്കെ സിസ്റ്റം ഉണ്ടാക്കി വെക്കണം. ആദ്യം ഉണ്ടാക്കി ആ ഒരു റോപ്പ് വെച്ച് കറക്റ്റ് സ്പേസിംഗ് എല്ലാം വെച്ചിട്ടാണ് ഇത് ചെയ്യേണ്ടത്. ഓക്കെ, ഈ രീതിയിലാണ് പോവുക. ക്ലിയർ? നമുക്ക് വീട്ടിൽ ചെയ്യണമെങ്കിൽ ഈ രീതിയിൽ ചെറിയ ആദ്യം പാത്രത്തിൽ ഇങ്ങനെ വെച്ച് ചെയ്തു കൊണ്ടുപോകാം. ഓക്കെ, ദാറ്റ്സ് ഓൾ. അപ്പൊ അസ്പരാഗസ്, അതേപോലെ അസ്പരാഗസ് എന്ന ശതാവരിയാണ്, ഭയങ്കര വാല്യൂ ഉള്ള പ്രൊഡക്റ്റ് ആണ്. പിന്നെ ഉള്ളിയാണ് നമ്മൾ പറഞ്ഞത്. ഓക്കെ, ദാറ്റ്സ് ഓൾ.